പരിശുദ്ധമായ തഹജ്ജുദ് നിസ്കാരം ഉണ്ടല്ലോ, ഈ നിസ്കാരത്തിന് ശേഷം ഖിബിലയ്ക്ക് നേരെ ഇരുന്നിട്ട് ഈ പറയാൻ പോകുന്ന, ഇന്ന് പഠിപ്പിക്കപ്പെടാൻ പോകുന്ന സുന്ദരമായ ഒരു ദിക്റുണ്ട്. ഈ ദിക്ർ 501 പ്രാവശ്യം ഓതിയിട്ട് ചൊല്ലിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് എന്ത് പ്രാർത്ഥിച്ചാലും അത് നടക്കും എന്നുള്ളതാണ്. എന്ത് ദുആ ചെയ്താലും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നടത്തിത്തരും എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഏതാണ് ആ ഇസ്മ, ആ ദിക്ർ എന്നൊക്കെ ഇൻഷാ അല്ലാഹ് വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാം. പ്രിയപ്പെട്ടവരെ, ഭർത്താവിൻ്റെ ദുസ്വഭാവം, മക്കളുടെ ദുസ്വഭാവം, സഹോദരങ്ങളുടെ ദുസ്വഭാവം, ഇങ്ങനെ അടങ്ങുന്ന നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് പലർക്കും ദുസ്വഭാവങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അവരുടെ മോശമായ സ്വഭാവങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാം. എങ്ങനെയെന്നറിയാമോ? ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നുണ്ട്. അതിനു വേണ്ടുന്ന ഏറ്റവും സുന്ദരമായ ഒരു ഇസ്മാണ് ചൊല്ലേണ്ടത്. ഏതാണ് ആ ഇസ്മെന്നും എത്ര പ്രാവശ്യമാണ് നമ്മളത് ചൊല്ലേണ്ടതെന്നും എന്നൊക്കെ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ നമ്മൾ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. കടം കൊണ്ട് വലയുന്ന ഒരുപാട് പേരെ നമുക്കറിയാം, അല്ലേ? കഷ്ടതകൾ കൊണ്ട്, സാമ്പത്തികമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും കൊണ്ട് വേദനിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്കറിയാം. അതുപോലെ തന്നെ നടക്കില്ല എന്ന് നമ്മൾ പറയുന്ന പല കാര്യങ്ങളുമുണ്ട്. നടക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധ്യത കുറവാണ്. പക്ഷേ അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ പോലും വളരെ എളുപ്പത്തിൽ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നേടിയെടുക്കാൻ കഴിയുന്ന സുന്ദരമായ ഒരു വഴിയും ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്, ഉറപ്പാണ്. പ്രിയപ്പെട്ടവരെ, വേണ്ടപ്പെട്ടവരിലേക്ക് നമ്മളുടെ വീഡിയോ അയച്ചു കൊടുക്കുക, എത്തിച്ചു കൊടുക്കുക. വീഡിയോ മുഴുവനായിട്ട് കാണുക. ദുആ വസിയത്തുകൾ ഉറപ്പായിട്ടും കമന്റ് സെക്ഷനുകളിൽ അറിയിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വീഡിയോയിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതിനായി എപ്പോഴും റബ്ബിനോട്, നാഥനോട് ദുആ ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തായിട്ട് നമുക്ക് ജനിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. അങ്ങനെ ജനിച്ച് ആ മുത്തുനബിയുടെ തിരുസുന്നത്തുകൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് പോയാൽ മാത്രമേ മുഅ്മിനീങ്ങളായ നമുക്ക് ഒരു വിജയിയായി തീരാൻ സാധ്യമാവുകയുള്ളൂ. അള്ളാഹു യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മുഴുവൻ പാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരട്ടെ. നമ്മുടെ സകലമാന രോഗങ്ങൾക്കും അള്ളാഹു പരിപൂർണ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലുടനീളം അള്ളാഹു സന്തോഷം തരട്ടെ, സമാധാനം തരട്ടെ, സംതൃപ്തി തരട്ടെ. എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങൾക്കും അള്ളാഹു പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ദിവസവും നമ്മുടെ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്, ഉപ്പമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. യഥാർത്ഥ അറിവ് പഠിക്കുന്ന, ഇൽമു പഠിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസം നമ്മൾ പ്രധാനമായിട്ടും 3 ഇസ്മുകളാണ് പഠിക്കുന്നത്. അസ്മാഉൽ ഹുസ്നയെ കുറിച്ച് എടുത്തു പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല എന്നറിയാം. അസ്മാഉൽ ഹുസ്ന ഏതെങ്കിലും ഒരാൾ പതിവാക്കിയാൽ അവൻ്റെ ജീവിതത്തിൻ്റെ സകലമാന പ്രശ്നങ്ങളും അള്ളാഹു തആല മാറ്റിക്കൊടുക്കുമെന്നാണ്. അസ്മാഉൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളാണ്. വളരെ മഹത്വമാണ്, അല്ലേ? വളരെ മഹത്വമാണ്. ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ദുസ്വഭാവങ്ങൾ മാറ്റാൻ. അത് ഭർത്താവിൻ്റെ ആകട്ടെ, സഹോദരൻ്റെ ആകട്ടെ, മകൻ്റെ ആകട്ടെ, മക്കളുടേതാകട്ടെ, ആരുടെ ആണെങ്കിലും ദുസ്വഭാവങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടപ്പെടുന്ന ഒരുപാട് ഉമ്മമാരും ഒരുപാട് ഭാര്യമാരും ഒരുപാട് കൂടപ്പിറപ്പുകളും ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ദുസ്വഭാവങ്ങൾ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം പ്രിയപ്പെട്ടവരെ? ആദ്യമായിട്ട് തന്നെ ഈ പറയാൻ പോകുന്ന ഇസ്മ 101 തവണയാണ് ഇൻഷാ അല്ലാഹ് ചൊല്ലേണ്ടത്. മഹാരഥന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഏതാണ് ആ ഇസ്മ എന്നറിയാമോ? അള്ളാഹുവിൻ്റെ വിശുദ്ധമാക്കപ്പെട്ട അസ്മാഉൽ ഹുസ്നകളിൽപ്പെട്ട സുന്ദരമായ ഒരു ഇസ്മാണ് യാ മജീദു യാ അള്ളാഹ് എന്ന് പറയുന്ന ഇസ്മ. യാ മജീദു യാ അള്ളാഹ് 101 പ്രാവശ്യം
ദിവസവും പാരായണം ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് മനസ്സിലെ നിയത്ത്? എൻ്റെ ഭർത്താവിൻ്റെ ദുസ്വഭാവം മാറണം, എൻ്റെ ഭർത്താവിൻ്റെ ദുസ്വഭാവം അത് മാറിക്കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഇസ്മ ചൊല്ലേണ്ടത് പ്രിയപ്പെട്ടവർ. യാ മജീദു യാ അല്ലാ 101 പ്രാവശ്യമാണ് ചൊല്ലേണ്ടത്. നമുക്കറിയാം, ഭർത്താക്കന്മാര് കള്ളു കുടിച്ച് മദ്യപിച്ച് വീട്ടിലേക്ക് കടന്നു വന്നിട്ട് വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്, വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് അല്ലേ? എന്നാൽ അതൊക്കെയും മാറിക്കിട്ടാൻ അള്ളാഹുവിൻ്റെ സുന്ദരമായ ഇസ്മാണ് പ്രിയപ്പെട്ടവർ. അത് പഠിച്ചു വെച്ചോളീൻ, ജീവിതത്തിൽ എന്നൊന്നും പ്രാവർത്തികമാക്കിക്കോളീൻ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തതായി പറയുന്നത്, കടങ്ങൾ കൊണ്ട്, സാമ്പത്തികമായ ബാധ്യതകൾ കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് കടങ്ങൾ കൊണ്ട് വേദനിക്കുന്ന ഒരുപാട് പേരുണ്ട്. പ്രിയപ്പെട്ടവരെ, വീട്ടിലിരുന്നു കൊണ്ട് ഇത് മാത്രം ചൊല്ലിയാൽ കിട്ടുമെന്നല്ല ഈ വീഡിയോയുടെ അർത്ഥമെന്ന് പറയുന്നത്. അള്ളാഹു തആല അതിലേക്കുള്ള വഴികൾ, സമ്പത്ത് നമ്മിലേക്ക് കടന്നു വരാൻ, അതിലൂടെ നമുക്ക് കടം വീട്ടാൻ, അതിലേക്കുള്ള വഴികൾ അള്ളാഹു തആല തുറന്നു തരുമെന്നുള്ളതാണ്. മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യണം, പണിക്ക് പോകണം, ജോലിക്ക് പോകണം, നിസ്കരിക്കണം, ഫർളായ മുഴുവൻ കർമ്മങ്ങളും ചെയ്യണം. അതോടൊപ്പമാണ് ഈ പറയപ്പെട്ട കാര്യം ചെയ്യേണ്ടത്. പ്രിയപ്പെട്ട, കടങ്ങൾ മാറിക്കിട്ടും. എന്നും പണിക്ക് പോകുന്ന, ജോലിക്ക് പോകുന്ന, ജോലിയുള്ള അവർക്ക് അള്ളാഹു തആല ബറക്കത്ത് കൊടുക്കും. അതിലൊന്നും ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റൂലല്ലോ. അള്ളാഹു തആല കൊടുക്കുന്ന ബറക്കത്തിൽ ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയില്ല. അപ്പൊ അള്ളാഹു തആല ബറക്കത്ത് തരാൻ, ജീവിതത്തിൽ അതിലൂടെ കടം അള്ളാഹു തആല വീട്ടിത്തരാൻ, പ്രിയപ്പെട്ടവരെ, ഈ പറയാൻ പോകുന്ന ഇസ്മ ഇശാ മഗ്രിബിന്റെ ഇടയിൽ 100 പ്രാവശ്യം ദിവസവും മുടങ്ങാതെ 100 പ്രാവശ്യം ഇൻഷാ അള്ളാഹ് ചൊല്ലുക എന്നുള്ളതാണ്. ഇശാ മഗ്രിബിന്റെ ഇടയിൽ. ഇശാ മഗ്രിബിന്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ വളരെയധികം ദുആഇന് ഇജാബത്തുള്ളതും ഔറാദുകൾക്കും അതുപോലെയുള്ള ഖുർആൻ പാരായണങ്ങൾ പോലുള്ള ഇബാദത്തുകൾക്ക് പറ്റിയ ഒരു സമയമാണല്ലേ ഇശാ മഗ്രിബിന്റെ ഇടയിലുള്ള ആ ഒരു ബറക്കത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ട സമയം എന്ന് പറയുന്നത്. വല്ലാത്ത പോരിശ നിറഞ്ഞ സമയമാണ് ഈ സമയം. ഈ പറയാൻ പോകുന്ന സുന്ദരമായ ഇസ്മ 100 പ്രാവശ്യം. ഏതാണ് ഇസ്മ എന്നറിയോ? യാ ബാരിഉ യാ അല്ലാഹ്. ഏതാണ്? യാ ബാരിഉ യാ അല്ലാഹ്, യാ ബാരിഉ യാ അല്ലാഹ്. ഈ യാ ബാരിഉ യാ അല്ലാഹ് എന്ന് പറയുന്ന സുന്ദരമായ ഇസ്മ 100 പ്രാവശ്യം ഇൻഷാ അല്ലാഹ് ചൊല്ലുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിലൂടെ നമ്മുടെ കടങ്ങൾ, നമ്മുടെ സാമ്പത്തികമായ ബാധ്യതകൾ, ബുദ്ധിമുട്ടുകൾ അള്ളാഹു തആല എന്ത് ചെയ്തരും? മാറ്റിത്തരുന്നതാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇനി പ്രിയപ്പെട്ടവരെ, നടക്കില്ല എന്ന് നമ്മൾ കരുതിയ പല ആഗ്രഹങ്ങളുണ്ട്. അത് നടത്തിക്കിട്ടാൻ, നമ്മുടെ ആവശ്യങ്ങൾ ഏതാകട്ടെ അത് നിറവേറ്റിക്കിട്ടാൻ അള്ളാഹു തആല നമ്മെ സഹായിക്കുന്ന സുന്ദരമായൊരു വഴിയാണ് ഇൻഷാ അല്ലാഹ് അടുത്തതായിട്ട് പ്രതിപാദിക്കുന്നത്. ഇതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടുന്ന ഒരു കാര്യമുണ്ട്. വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക്. അതെ, തഹജ്ജുദ് നിസ്കാരം. തഹജ്ജുദ് നിസ്കാരം നമ്മൾ പതിവാക്കുക എന്നുള്ളതാണ്. തഹജ്ജുദ് നിസ്കാരത്തിന്റെ പോരിശ ചെറുതല്ല പ്രിയപ്പെട്ടവരെ. അതിനെ നമ്മൾ ഒരിക്കലും ചെറുതായിട്ട് കാണാനേ പാടില്ല. തഹജ്ജുദ് നിസ്കാരത്തിന്റെ പോരിശ അത് വലുതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ തഹജ്ജുദ് നിസ്കാരത്തിന്റെ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തരമായ ഒരു ഇസ്മുണ്ട്. ഈ ഇസ്മ 501 പ്രാവശ്യം ഇൻഷാ അല്ലാഹ് ഖിബിലയ്ക്ക് നേരെ തിരിഞ്ഞിരുന്നിട്ട് സുബഹിക്ക് മുമ്പായിട്ട് ഇൻഷാ അല്ലാഹ് ഓതുക, ചൊല്ലുക. അത് ധാരാളം മനസ്സിരുത്തിയിട്ട് ആ ഒരു ഇസ്മിനെ ധാരാളമായി ഇങ്ങനെ 501 പ്രാവശ്യം ചൊല്ലിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മുടെ ആവശ്യം പറയാം, നമ്മുടെ വിഷമങ്ങൾ പറയാം. എന്തെല്ലാം വിഷമങ്ങളാണ് പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം വേദനകളാണ്, എന്തെല്ലാം ദുഃഖങ്ങളും ദുരിതങ്ങളും കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് നമ്മളിൽ പലരും. കമന്റ് സെക്ഷനുകൾ എടുത്തു വെച്ചൊന്ന് നോക്കിയാൽ അറിയാം, ഉസ്താദെ ഇന്ന പ്രശ്നങ്ങളുണ്ട്, ദുആ ചെയ്യണേ ഉസ്താദെ, ഇന്ന വിഷമങ്ങളുണ്ട്, വേദനകളുണ്ട്, ദുആ ചെയ്യണേ ഉസ്താദെ, ഇന്ന രോഗങ്ങളുണ്ട്, ദുആ ചെയ്യണം എന്ന് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് ഇല്ലേ? അങ്ങനെ പറയുന്നവർക്ക് വളരെയേറെ എഫക്റ്റീവായിട്ട് ആദ്യം തന്നെ ഞാൻ പറയാം, തഹജ്ജുദ് നിസ്കാരം അത് അത്ഭുതമാണ്. ആ തഹജ്ജുദ് നിസ്കാരം ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അതിലേറെ അത്ഭുതമാണ്. പതിവായിട്ട് ചെയ്യണം, മുടങ്ങാതെ തഹജ്ജുദ് നിസ്കാരം നിസ്കരിച്ചിട്ട് എന്ന് കരുതിയിട്ട് മറ്റുള്ള ഫർള് നമസ്കാരങ്ങളെ ഒഴിവാക്കാനല്ല ഈ പറയുന്നത്. ഫർള് നിസ്കാരമാണ് നിർബന്ധമായ ഫർളായ കർമ്മം, അത് ഉറപ്പായിട്ട് നിർവഹിക്കണം. അതിനോടൊപ്പമുള്ള ഈ കാര്യമാണ് പറയുന്നത്. രാവിലെ തഹജ്ജുദ് നിസ്കാരം അത് അതിൻ്റെ മുറ പോലെ നിർവഹിക്കുക. അതിനുശേഷം 501 പ്രാവശ്യം യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ,
യാ അർഹമർ റഹീമീൻ എന്ന് പറയുന്ന വിശുദ്ധമാക്കപ്പെട്ട ഈ ഇസ്മ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇസ്മാണ് പ്രിയപ്പെട്ടവരെ. ഈ ഇസ്മ 501 പ്രാവശ്യം നിർത്താതെ ഓതിയിട്ട് ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥന നടത്തുക. അള്ളാഹു ഉറപ്പായിട്ടും സ്വീകരിക്കും ഇൻഷാ അല്ലാഹ്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഉപകാരപ്പെട്ടു എന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. നിങ്ങളുടെ വിലപ്പെട്ട ദുആ വസിയ്യത്തുകൾ ഇൻഷാ അല്ലാഹ് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. നമ്മുടെ സ്വലാത്തിന്റെ മജ്‌ലിസുകളിൽ, ദിക്റുകളുടെ മജ്‌ലിസുകളിൽ, പള്ളിയിലെ ദുആകളിൽ ഒക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തും എന്ന് ഉറപ്പു തരാണ്. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.